ലോകകപ്പ് സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ കാണാൻ പോകുന്നത് ചിരവൈരികളുടെ പോരാട്ടമാണ്. 24 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകകപ്പ് മത്സരത്തിൽ ഇരു രാജ്യങ്ങളും നേർക്കുനേർ എത്തുന്നത്. ഓർക്കുന്നില്ലേ ആ ദൈവത്തിന്റെ കൈ? കാൽപന്ത് ലോകം എന്നും ആരാധിക്കുന്ന ആ നൂറ്റാണ്ടിന്റെ ഗോൾ. അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ അത് ചിരവൈരികളുടെ പോരാണ്. വിവാദങ്ങൾ നിറഞ്ഞ രക്തപങ്കുലമായ ഏറ്റുമുട്ടലുകളുടെ ചരിത്രം പേറുന്ന പോരാട്ടഗാഥ. വർഷം 1966. വെംബ്ലിയിൽ അർജന്റീന ഇംഗ്ലണ്ട് ലോകകപ്പ് ക്വാർട്ടർ. ആന്റോണിയോ റാറ്റിന്റെ ഫൗളിലൂടെ കുപ്രസിദ്ധി നേടിയ മത്സരത്തിൽ തുടങ്ങുന്നു ആ വൈര്യം. മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാൻ ഭാഷ പരിമിതിയായെന്ന് അർജന്റീന വാദിച്ചു. 70-ലെ കളിയിൽ ആർക്കും മനസ്സിലാകുന്ന ചുവപ്പും മഞ്ഞയും കാർഡുകൾ പിറക്കാനിടയായ കളി. അന്ന് കളം വിടാൻ വിസമ്മതിച്ച റാറ്റിൻ എലിസബത്ത് രാജ്ഞിക്കായി ഒരുക്കിയ ചുവന്ന പരവതാനിയിലിരുന്നതും കളിയിലെ കലാപചരിതം. കളിയിലേറ്റ പരാജയത്തിന്റെ വേദനയല്ല പിന്നെ ആൽബസ്റ്റണിസ്റ്റുകൾ പേറിയത്. കളിക്കളം വിട്ടത് യുദ്ധമായി. ബ്രിട്ടന്റെ അധീനതയിലുള്ള ഫോക്ലാൻഡ് ദ്വീപിന്റെ പരമാധികാരത്തിനായി അർജന്റീനൻ സൈന്യം യുദ്ധഭൂമിയിലേക്ക്. 1982 ഏപ്രിൽ 2 മുതൽ 74 ദിവസം നീണ്ട കലാപം. യുദ്ധത്തിലും ജയം ബ്രിട്ടനൊപ്പമായിരുന്നു. അർജന്റീനൻ സൈന്യം തകർന്നു. 649 സൈനികർ കൊല്ലപ്പെട്ടു. കളിക്കും കലാപത്തിനുമുള്ള മറുപടി 1986 മെക്സിക്കോ സിറ്റിയിൽ. ഫുട്ബോൾ ദൈവം നീലയും വെള്ളയും കുപ്പായത്തിൽ. മത്സരം ഗോൾ രഹിത രണ്ടാം പകുതിയിലേക്ക് കടക്കാൻ 6 മിനിറ്റുകൾ മാത്രം. അതാ ഡിയാഗോ മറഡോണ ആകാശത്തേക്ക് പറന്നുയരുന്നു. ഇംഗ്ലണ്ട് വലയിൽ ദൈവത്തിന്റെ കൈ പതിച്ച ഗോൾ. അധിക നേരം വേണ്ടി വന്നില്ല. 4 മിനിറ്റിനുള്ളിൽ ദാ പിറക്കുന്നു നൂറ്റാണ്ടിന്റെ ആ മാന്ത്രിക ഗോൾ. 1998 ഫ്രാൻസ് ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിലും ഇരുവരും നേർക്കുനേരെത്തിയപ്പോൾ വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നു. ഡേവിഡ് ബെക്കാം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയ മത്സരം. ഷൂട്ടൌട്ടിൽ വിജയം അർജന്റീനയ്ക്കൊപ്പം. അധികം കാത്തിരുന്നില്ല ബെക്കാം. തൊട്ടടുത്ത ലോകകപ്പിൽ 2002 ഗ്രൂപ്പ് മത്സരത്തിൽ ഒരിക്കൽ രാജ്യത്തിന്റെ തോൽവിക്ക് കാരണക്കാരനായ അതേ മനുഷ്യൻ പെനാൽറ്റിയിൽ ഇംഗ്ലണ്ടിനെ വിജയത്തിലെത്തിച്ചു. കളിയുടെയും കലാപത്തിന്റെയും രാഷ്ട്രീയമുള്ളിലേറ്റി അവർ വീണ്ടും പുൽമൈതാനത്ത് തീ പിടിപ്പിക്കാനിറങ്ങുമ്പോൾ വിജയം ആർക്കൊപ്പമെന്ന് കണ്ടറിയാം. വേൾഡ് കപ്പ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.